ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നപ്പോൾ ഒരു മൂവി റിവ്യൂ ആണ്. എമ്പുരാൻ ഇന്ന് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. 27 ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ എങ്ങനെയൊക്കെയോ കഷ്ടിച്ച് 2 ടിക്കറ്റ് കിട്ടി. ഞാനും ശരത്തും കാണാൻ പോയി. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് ഞാനിവിടെ പറയുന്നത്. എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു, വളരെയധികം ഇഷ്ടമായി. അതിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ കഥ ആൻഡ് തിരക്കഥ. മുരളി ഗോപി എന്ന് പറയുന്ന എന്താ പറയുക, വലിയൊരു സംഭവമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ എല്ലാവരും ഞാൻ കണ്ട കുറേ ഇൻ്റർവ്യൂസിലൊക്കെ പൃഥ്വിരാജിനെയും അല്ലെങ്കിൽ മോഹൻലാൽ സാറിനെയും ആണ് കൂടുതൽ പറയുന്നത്. പക്ഷെ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണ് മുരളി ഗോപി സാർ. അദ്ദേഹം നന്നായിട്ട് തന്നെ അതിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു പക്ക നമ്മുടെ മോഹൻലാൽ സാർ ഫിലിം എന്നും പറയാൻ പറ്റില്ല. കാരണം മോഹൻലാലിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു സിനിമയല്ല നമ്മുടെ ഈ നരസിംഹം, അങ്ങനത്തെ ടൈപ്പ് ഒരു സിനിമയില്ല. അങ്ങനെയല്ല അത്. അതിലുള്ള ഓരോ ക്യാരക്ടേഴ്സിനും എന്താ പറയുക, ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സിനിമയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. പിന്നെ അതുപോലെ തന്നെ അതിലെ ഓരോ ക്യാരക്ടേഴ്സിനും, പ്രത്യേകിച്ച് അതിലെ വില്ലൻ ക്യാരക്ടേഴ്സിനൊക്കെ കൊടുക്കുന്ന ബീജിയം, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. വില്ലൻ്റെ ബീജിയമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ മോഹൻലാലും സാർ വരുന്നത് തന്നെ ഒരു 1 അവർ, ഏകദേശം ഒരു 1 അവറൊക്കെ കഴിഞ്ഞിട്ടാണ് സിനിമ തുടങ്ങിയിട്ട്. അപ്പോൾ തന്നെ നമുക്ക് പറയാം, എന്താ പറയുക, നമുക്ക് എക്സ്പെക്റ്റഡ് ആണ് ഏതൊക്കെ സമയത്ത് ആരൊക്കെ വരും എന്നുള്ളത് നമ്മൾ ഓൾറെഡി എക്സ്പെക്റ്റഡ് ആണ്. ഇന്ന സീനിൽ ഇന്ന ആൾക്കാരായിരിക്കും സ്ക്രീനിൽ വരിക എന്നുള്ളത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും നല്ല എന്താ പറയുക, സൂപ്പർ ഇൻട്രോ ആണ്. നമുക്ക് ഒരു മലയാളം സിനിമ കാണുന്നൊരു ഫീലില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് സിനിമ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ടൈപ്പ് സിനിമ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഓരോ സീൻസും ഓരോ കൺട്രീസാണ്. ഇന്ന് കേരളമാണെങ്കിൽ മറ്റന്നാൾ UK, ഓരോ സ്ഥലങ്ങളിലാണ്. ചൈന, ജപ്പാൻ എന്നൊക്കെ പറഞ്ഞ പോലെ. ജപ്പാൻ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെയാണ്. പക്ഷേ സൂപ്പറാണ്, നല്ല മേക്കിംഗ് ആണ്. അതിൽ ഒരു റിവ്യൂ കണ്ടു, ഇങ്ങനെ എന്താ ഐഫോൺ അല്ലെങ്കിൽ ഗോപ്രോ എന്നുള്ള ക്യാമറയിലൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ടെന്ന്. പക്ഷെ നമുക്കത് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. എനിക്കതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടോന്ന് അറിയില്ല. എനിക്ക് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനേ പറ്റിയിട്ടില്ല. സൂപ്പറായിരുന്നു. പക്ഷേ എന്താ കുറേ അതിൽ തന്നെ ഒരു ഡയലോഗുണ്ട്, ഒരു രോമാഞ്ചം എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഒരാൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില സീൻസ് കാണുമ്പോൾ നമുക്ക് ഗൂസ് ബംസ് വരും. എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അതുപോലത്തെ നല്ല ഒരു കുറേ സീൻസ് ഉണ്ട് അതിൽ. പിന്നെ പൃഥ്വിരാജിൻ്റെ ഇൻട്രോ സൂപ്പറായിരുന്നു, നല്ല സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ അതിൽ കുറച്ചൊരു സസ്പെൻസൊക്കെ ഉണ്ട്. എനിക്കറിയില്ല എത്ര പേര് അത് നോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. അതിൽ ചില സസ്പെൻസൊക്കെ ഉണ്ട്. അത് പറഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാകുമായിരിക്കും, അതുകൊണ്ടും അത് പറയുന്നില്ല. പിന്നെന്തൊരു പറയണം. പിന്നെ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്, അതിലെ ലേഡി ക്യാരക്ടർ മഞ്ജു വാര്യർ മാം, അവർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാം എന്നെനിക്ക് തോന്നി. അതെൻ്റെ മാത്രം അഭിപ്രായം കേട്ടോ. പക്ഷേ അതിൽ എന്താ പറയുക, അതിൽ നല്ല നല്ല കുറേ സീൻസ് ഉണ്ട് അവർ കാഴ്ചവെച്ച. അതൊരു വലിയൊരു നടിയാണ്. എന്നിരുന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവരുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലും അവരുടെ ഹെയർ സ്റ്റൈലും ഒക്കെ കുറച്ചുകൂടി ഒരു ചില സീൻസിൽ മാറ്റിയാൽ നന്നായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പക്ഷേ ഡിപ്പെൻസ്, അത് ഒരു ഡയറക്ടറിൻ്റെ ഒരു ഇതാണല്ലോ. അവർക്ക് എന്താണോ വേണ്ടത് അതാണല്ലോ അവർ ചെയ്യുക. നമുക്ക് ജസ്റ്റ് പ്രേക്ഷകർ എന്ന നിലയിൽ അത് കാണാനും അല്ലെങ്കിൽ അഭിപ്രായം ഇതുപോലെ രേഖപ്പെടുത്താനും മാത്രമല്ലേ കഴിയൂ. അതുകൊണ്ട് ഒരു ചെറിയ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. അതിൻ്റെ സൗണ്ടായാലും അതിൻ്റെ ആ വിഷ്വൽ ഭംഗിയായാലും അതൊക്കെ നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ്. പിന്നെ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് ഞാനൊരു റിവ്യൂ വായിച്ചു, അതിൽ പറയുന്നുണ്ട് നമ്മൾ ഓട്ടോ പിടിച്ച് പോകുന്ന പോലെയാണ് ഹെലികോപ്റ്റർ അതിൽ കാണിക്കുന്നത്. സത്യമാണ്. എല്ലാ സീൻസിലും എന്ന് പറയുന്ന പോലെ ഹെലികോപ്റ്ററാണ് കോമൺ വണ്ടി ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ സിനിമയിൽ അങ്ങനെയല്ലല്ലോ, കാറാണ്, അങ്ങനത്തെ അല്ലേ. പക്ഷെ ഇത് ഫുള്ള് ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെയാണ്. ബട്ട് നല്ല അടിപൊളി ഫിലിമാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വെയിറ്റിംഗ് ഫോർ L3. പിന്നെ ഓരോ സീൻസിലും ഓരോ സ്ഥലങ്ങളിലും അവർ L എന്നുള്ള ആ ലെറ്റർ അത് ഒരുപാട് തവണ കാണിക്കുന്നുണ്ട്. ഓരോ ടൈപ്പിലാണ് കാണിക്കുന്നത്. അത് നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഓരോ പ്രധാനപ്പെട്ട ചില സീൻസിലൊക്കെ ആ L എന്നുള്ള ലൂസിഫറിൻ്റെ L ആയിരിക്കാം, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ L ആയിരിക്കാം. അതിലേതോ ഒരു L, ഏതെല്ലാണോ ഉദ്ദേശിച്ചത് ആ L കാണിക്കുന്നുണ്ട് ഓരോരോ
പ്രത്യേക സ്ഥലത്തൊക്കെ. പിന്നെ ടോവിനോൻ്റെ അഭിനയം സൂപ്പറായിരുന്നു. പിന്നെ അതുപോലെ സുരാജ് അടിപൊളിയാണ്. സുരാജ് പിന്നെ പറയണ്ടല്ലോ, മോഹൻലാൽ സാർ അടിപൊളിയാണ്. അങ്ങനെ മൊത്തത്തിൽ നല്ല അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും അപ്പോൾ തിയേറ്ററിൽ പോയി തന്നെ കാണുക. ബൈ.